നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ഡാൻസ് ഓഫ് സംഘത്തെ വെട്ടിച്ച് രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി. ഷൈൻ ടോം നാളെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് പോലീസ് നോട്ടീസ് നൽകുമെന്ന് വ്യക്തമാക്കി. അതേസമയം നടിയുടെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോ താരസംഘടന അമ്മയ്ക്ക് മുന്നിൽ ഹാജരാകാൻ സാധ്യതയുണ്ട്. കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. അമ്മയോടൊപ്പം ആനക്കൂട് കാണാൻ എത്തിയതായിരുന്നു. തൂണിൽ പിടിച്ച് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതിനിടെ കുട്ടിയുടെ മുകളിലേക്ക് തൂൺ ഇളകി വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെ അടുത്തുള്ള കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. CPO റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനിരിക്കെ 45 ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ നൽകി സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത 3 പേർക്കുൾപ്പെടെയാണ് നിയമന ശുപാർശ നൽകിയത്. റാങ്ക് ലിസ്റ്റ് കാലാവധി നാളെ അവസാനിരിക്കെയാണ് നടപടി. അഡ്വൈസ് ലഭിക്കാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരും. KK രാകേഷിനെ അഭിനന്ദിച്ചതിന്റെ പേരിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ദിവ്യ S. അയ്യർ IAS. സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ദിവ്യയുടെ പ്രതികരണം. തനിക്ക് ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് പതിവെന്നും അത് പതയല്ല ജീവിത പാതയെന്നും ദിവ്യയുടെ ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ. തൃശൂർ പാലപ്പിള്ളിയിൽ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ആശുപത്രിയിൽ പോവുകയായിരുന്ന കുണ്ടായി എസ്റ്റേറ്റ് ജീവനക്കാരനായ കുഞ്ഞിപ്പയ്ക്കും ഭാര്യയ്ക്കും നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇരുവരെയും വീട്ടിൽ എത്തിച്ചത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി തലസ്ഥാനത്തെ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. തിരുവനന്തപുരത്ത് സംയുക്ത കുരിശിന്റെ വഴി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ നടന്നു. പ്രാരംഭ സന്ദേശം കർദിനാൾ മാർ ബസിലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയും സമാപന സന്ദേശം ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോയും നിർവഹിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ദുഃഖവെള്ളി ആചരണ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ വികാരി റവറന്റ് ഫാദർ ജോസ് വല്ലൂരാൻ ഉൾപ്പെടെയുള്ളവർ സഹകാർമ്മികരായി. ദുഃഖവെള്ളി ദിനത്തിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണയിൽ ആലപ്പുഴ പരുമല സെമിനാരിയിൽ പ്രദർശനം നടന്നു. ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം മെത്രാപ്പൊലിത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. ദുഃഖവെള്ളി ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ, മാവേലിക്കര, ചെങ്ങന്നൂർ, മാന്നാർ, ചെന്നിത്തല മേഖലകളിലെ വിവിധ കത്തോലിക്ക, ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി പ്രദർശനവും സംയുക്ത കുരിശിന്റെ വഴിച്ചടങ്ങും നടന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണയിൽ തൃശൂർ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി കർമ്മങ്ങൾ നടന്നു. കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയിംസ് വടുക്കൂട്ട്, സഹവികാരി ഫാദർ ആൽഫിൻ അക്കരപ്പട്ടേക്കൽ എന്നിവർ നേതൃത്വം നൽകി. മുനമ്പം വിഷയത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് BJPയും RSSും ശ്രമിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. എന്നാൽ അത് വില പോയില്ലെന്നതിന്റെ തെളിവാണ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവന. മുനമ്പത്ത് ജീവിക്കുന്നവർക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാടെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ലെന്നും പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ സർക്കാരിന്റെ മൈലേജ് കൂടുകയുള്ളൂ എന്നും ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. കോടതിക്കപ്പുറം എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് നോക്കണമെന്നും ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ കൂട്ടിച്ചേർത്തു. മലപ്പുറം നിലമ്പൂരിൽ 1 കോടിയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും മൂത്തേടം പഞ്ചായത്ത് അംഗവുമായ നൌഫൽ മദാരിയാണ് അറസ്റ്റിലായത്. കണ്ണൂർ പരിയാരം സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നൌഫലിനെ അറസ്റ്റ് ചെയ്തത്. വ്യാജ ട്രേഡിംഗ് ആപ്പുകളിലൂടെ ഡോക്ടർക്കും യുവതിക്കും 2 കോടി രൂപ നഷ്ടമായതായി പരാതി.
തിരുവമ്പാടി സ്വദേശിയായ ഡോക്ടറുടെ 1.25 കോടി രൂപയും കൊയിലാണ്ടി സ്വദേശിനിയായ യുവതിയുടെ 23 ലക്ഷം രൂപയുമാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. സംഭവത്തിൽ കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ നിയമവിരുദ്ധരുമായി ചർച്ച നടത്തിയ രാഹുൽ ഗാന്ധി. അമേരിക്കൻ സന്ദർശനം രാഹുൽ ഗാന്ധി നീട്ടില്ല. 21, 22 തീയതികളിലെ പരിപാടികൾക്ക് ശേഷം മടങ്ങിയെത്തും. അതേസമയം പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും തുടർ പ്രതിഷേധം സംഘടിപ്പിക്കും. ജവഹർലാൽ നെഹ്റു സർവകലാശാല തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടതു സംഘടനകൾ സഖ്യമായി മത്സരിച്ചേക്കില്ല. പ്രധാനപ്പെട്ട ഇടതുപക്ഷ സംഘടനയായ SFI, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ, AISF, ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ് അസോസിയേഷൻ എന്നിവർ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. 2024 4 സംഘടനകളും ചേർന്ന് യുണൈറ്റഡ് ലെഫ്റ്റ് അലയൻസ് രൂപീകരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുർഷിദാബാദിലുണ്ടായ പ്രതിഷേധത്തിൽ 10,000-ഓളം പ്രതിഷേധക്കാരെ നേരിട്ടതായി ബംഗാൾ സർക്കാർ. വഖഫിനെ ചൊല്ലി സംഘർഷങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം നൽകാൻ കൊൽക്കത്ത ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രതിഷേധക്കാർ ആയുധങ്ങൾ കൈവശം വെച്ചിരുന്നതായും പോലീസിനു നേരെ അക്രമം അഴിച്ചുവിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയിൽ ഫ്ലോറിഡ സർവകലാശാലയിൽ ഉണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്ക്. ആക്രമിയായ വിദ്യാർത്ഥിയെ പോലീസ് വെടിവെച്ച് കീഴടക്കി. പ്രതിയായ 20കാരൻ മുൻ പോലീസ് ഓഫീസറുടെ മകനെന്ന് കണ്ടെത്തി. 2025 ഏറ്റവും സ്വാധീനമുള്ള ലോക നേതാക്കളുടെ പട്ടികയിൽ മുന്നിലെത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. മെക്സിക്കോയുടെ വനിതാ പ്രസിഡന്റ് ക്ലൗദിയ ഷെയ്ൻബോം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ക്രൈം മാഗസിനാണ് പട്ടിക പുറത്തുവിട്ടത്. പട്ടികയിലെ ആദ്യ 100 സ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ആരുമില്ല. UAEയും റഷ്യയും തമ്മിൽ സഹകരണത്തിന് ധാരണ. റഷ്യൻ പ്രോസിക്യൂട്ടർ ജനറലിന്റെ UAE സന്ദർശനത്തോടനുബന്ധിച്ചാണ് സഹകരണ കരാറിലെത്തിയത്. UAE അക്കൗണ്ടബിലിറ്റി അതോറിറ്റി റഷ്യയിലെ പ്രോസിക്യൂട്ടർ ജനറൽ ഓഫീസുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുക, രാജ്യാന്തര വേദികളിൽ പങ്കാളിത്ത വ്യാപ്തി വികസിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തിയെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റഫായേൽ ഗ്രോസി. ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവരുടെ പക്കലുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാമെന്നും റഫായേൽ ഗ്രോസി അഭിപ്രായപ്പെട്ടു. എമിറേറ്റിലെ പ്രധാന ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ മാൾ ഓഫ് എമിറേറ്റ്സ് വിപുലീകരിക്കുന്നു. പുതുതായി 100 സ്റ്റോറുകൾ കൂടി ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് മാളിന്റെ വികസനം. 500 കോടി ദിർഹം ചെലവിട്ടാണ് 20,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ മാൾ വികസിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് കണക്കുകൾ. ദുബായ് ഈ പദവി സ്വന്തമാക്കുന്നത് തുടർച്ചയായ 11ാം തവണ. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളമാണ് 2ാം സ്ഥാനത്ത്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഒമാനിൽ നിന്നും യൂറോപ്പിലേക്ക് ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഹൈഡ്രജൻ ഇടനാഴി സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു ഒമാൻ. ഒമാൻ, നെതർലാൻഡ്, ജർമ്മനി എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഹൈഡ്രജൻ ഇടനാഴി സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത വികസന കരാറിലാണ് രാജ്യം ഒപ്പുവെച്ചത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നെതർലാൻഡ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് ചരിത്രപരമായ നീക്കം. ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും റോഡ് യാത്ര സുരക്ഷിതമാക്കുന്നതിനും കേരള പോലീസിന്റെ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 32.49 ലക്ഷം രൂപ പിഴ ഈടാക്കി. 84 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏപ്രിൽ 8 മുതൽ 14 വരെ 7 ദിവസം നീണ്ട പരിശോധനാ കാലയളവിൽ 40,791 വാഹനങ്ങൾ പരിശോധിക്കുകയും 10,227 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. വാട്സപ്പ് ഉപയോഗിക്കുന്നതിൽ മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. വാട്സപ്പിൽ പരിചിതമല്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന ഫോട്ടോ തുറന്നാൽ ചിലപ്പോൾ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാം എന്നാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി നിർദ്ദേശം നൽകുന്നത്. സ്റ്റെക്നോഗ്രഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്.
തിരുവനന്തപുരം വെള്ളറടയിൽ അത്യാസന്ന നിലയിലുള്ള രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ 108 ആംബുലൻസ് വിട്ടു നൽകാത്തതിനെ തുടർന്ന് രോഗി മരിച്ചു. വെള്ളറട സ്വദേശിനി ആൻസിയാണ് മരിച്ചത്. വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെയും പാറശാലയിലെയും 108 ആംബുലൻസുകൾ കുരിശുമല തീർത്ഥാടനത്തിലെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞാണ് ആംബുലൻസ് സൗകര്യം നിരസിച്ചത്. അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച പരിശോധിക്കണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തൃശൂർ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. പുനയൂർകുളത്ത് നിന്നും രോഗിയുമായി പാലക്കാടേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിച്ചായിരുന്നു അപകടം. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പത്തനംതിട്ട റാന്നിയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് പാസ്റ്റർ മരിച്ചു. പൂവന്മല ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിലെ പാസ്റ്റർ സണ്ണി ഫിലിപ്പാണ് മരിച്ചത്. മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ റാന്നി ചെല്ലക്കാട് വെച്ചായിരുന്നു അപകടം. തൃശൂർ പഴയ കുറാഞ്ചേരി ജംഗ്ഷനിൽ പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മയിൽക്കുറ്റി തകർത്ത് കാനയിലേക്ക് പതിച്ചു. കുറാഞ്ചേരി ഭാഗത്തു നിന്നും കേച്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും തൃശൂരിൽ നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മലപ്പുറം കോട്ടയ്ക്കൽ എടരിക്കോട് ടൂറിസ്റ്റ് ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രിക മരിച്ചു. വാളക്കുളം സ്വദേശി മുബഷിറയാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയായിരുന്നു അപകടമുണ്ടായത്. കാലിനും തലയ്ക്കും പരിക്കേറ്റ് ചികിത്സയിരിക്കെയാണ് മരണം. ഇടുക്കി കൊമ്പടിഞ്ഞാലിന് സമീപം വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞ് അപകടം. തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശികൾ സഞ്ചരിച്ച വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂർ ചെറുതുരുത്തി പള്ളത്ത് അമിത വേഗതയിൽ കാറിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. നിരവധി വാഹനങ്ങളിൽ ഇടിച്ച കാർ ചെറുതുരുത്തി സെന്ററിൽ വെച്ച് പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി. വിവിധ പ്രദേശങ്ങളിലായി വാഹന കാൽനട യാത്രക്കാരെ കാറിടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. നിർത്താതെ പോയ വാഹനത്തെ ചെറുതുരുത്തി SIയും നാട്ടുകാരും ചേർന്നാണ് പിടികൂടിയത്. കാർ ഓടിച്ചിരുന്ന പള്ളം എസ്റ്റേറ്റ് പടി സ്വദേശിയെ കാറിൽ ഉണ്ടായിരുന്നവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം പൂവച്ചിലിൽ വഴിയാത്രക്കാരിയുടെ 1.5 പവന്റെ മാല മോഷ്ടിച്ച് ബൈക്കിലെത്തിയ 2 പേർ കടന്നുകളഞ്ഞതായി പരാതി. ശ്രീജിയുടെ മാലയാണ് മോഷണം പോയത്. കൊണ്ണിയൂർ അയന്തിച്ചിറ ഭാഗത്താണ് മോഷണം നടന്നത്. മോഷണ ശ്രമത്തിനിടെ ശ്രീജിയുടെ കഴുത്തിന് പരിക്കേറ്റു. മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് കുട്ടിയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച സ്ത്രീകൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ മഞ്ചസ്, ദീപിക എന്നിവരാണ് പിടിയിലായത്. മാർച്ച് 20-നാണ് ഇരുവരും 1 പവന്റെ സ്വർണ്ണമാല മോഷ്ടിച്ച് കടന്നുകളഞ്ഞത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം കടക്കലിൽ കാറിൽ സഞ്ചരിച്ച യുവാവിനെ ബൈക്കിൽ പിന്തുടർന്നെത്തി ആക്രമിച്ചതായി പരാതി. കടക്കൽ സ്വദേശി അനന്തനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ അനന്തൻ ആശുപത്രിയിൽ ചികിത്സ തേടി. കടക്കൽ സ്വദേശി അനിലാണ് മർദ്ദിച്ചത്. കടക്കലിൽ ബൈക്ക് ഷോറൂമിൽ സെയിൽസ് മാനേജറാണ് അനിൽ. സംഭവത്തിൽ അനന്തൻ കടക്കൽ പോലീസിൽ പരാതി നൽകി. തിരുവനന്തപുരം പോത്തൻകോട് കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ച യുവാക്കളെ ലഹരി സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു. കട്ടായിക്കോണം പട്ടാരി സ്വദേശികളായ സഹോദരങ്ങളെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. 8ഓളം പേരടങ്ങുന്ന സംഘമാണ് ആക്രമിച്ചത്. പ്രതികളിൽ പ്രായപൂർത്തിയാകാത്തവരുണ്ടെന്നും വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. തൃശൂർ തൃപ്രയാർ സെന്ററിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളിൽ ഒരാൾ റിമാൻഡ്. താന്യം സ്വദേശി റോഷനാണ് പോലീസ് പിടിയിലായത്. നാട്ടിക സ്വദേശി രാധാകൃഷ്ണനെ ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ്. മുമ്പുണ്ടായ വൈരാഗ്യത്തിലാണ് റോഷനും സായിരാജും മറ്റ് 2 പേരും ചേർന്ന് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ കുറ്റിച്ചിറയിൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിൽ. സംഭവത്തിൽ പരിയാരം സ്വദേശി ബിജുവിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്.
പുല്ലൂർ സ്വദേശിയായ ബിനുവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഭാര്യയെയും മക്കളെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ബിജുവിനെ ഫോണിലൂടെ ബിനു പരിഹസിച്ചതിനുള്ള വൈരാഗ്യത്തിലാണ് കൊലപാതക ശ്രമം. തൃശൂർ കുന്നത്തങ്ങാടി ബാറിൽ വാൾ വീശി മാനേജറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിൽ. സംഭവത്തിൽ ചുവന്നമണ്ണ് സ്വദേശി നിഖിലിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നത്തങ്ങാടിയിലെ ബാറിൽ വെച്ച് മാനേജറായ കൊട്ടാരപ്പറമ്പ് സ്വദേശി രാജേന്ദ്രനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. കണ്ണൂർ മട്ടന്നൂരിൽ 1/2 കിലോയോളം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ബീഹാർ സ്വദേശി മുഹമ്മദ് ആലം അൻസാരിയാണ് പിടിയിലായത്. കരേറ്റ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാകേഷ് കോമത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം അരീക്കോട് 1 കിലോ കഞ്ചാവും കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ആസാം നാഗോൺ സ്വദേശി മുഹമ്മദ് ഹനീഫാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും വാടക വീട്ടിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികളും പോലീസ് പിടിച്ചെടുത്തു. ആലപ്പുഴ മാന്നാറിൽ ഹെറോയിനുമായി അതിഥി തൊഴിലാളി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മാൾഡ സ്വദേശി മുബാറക് അലിനെയാണ് മാന്നാർ പോലീസും ആലപ്പുഴ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2 ഗ്രാം ഹെറോയിനും പിടിച്ചെടുത്തു. പിടികൂടിയ ഹെറോയിൻ വിപണിയിൽ 20,000 രൂപയ്ക്കടുത്ത് വില വരുമെന്ന് പോലീസ് പറഞ്ഞു. മലപ്പുറം പൊന്നാനിയിൽ കോഴിക്കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ യുവാവ് പോലീസ് പിടിയിൽ. തെക്കേപ്പുറത്ത് സ്വദേശി ഫൈസലിനെയാണ് വിൽപ്പനയ്ക്കായി എത്തിച്ച 14 ഗ്രാം MDMA-യുമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈസ്റ്റർ വിപണി മുന്നിൽ കണ്ടാണ് പ്രതി ഇത്രയും കൂടുതൽ അളവിൽ ലഹരി കരുതിയിരുന്നത്. ആലപ്പുഴ തിരുവൻപണ്ടൂർ മഹാക്ഷേത്രക്കുളത്തിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി വെള്ളത്തിന്റെ സാമ്പിളും മീനുകളുടെ സാമ്പിളും ശേഖരിച്ചു. സാമൂഹ്യവിരുദ്ധ ക്ഷേത്രക്കുളത്തിൽ രാസപദാർത്ഥം കലർത്തിയെന്നാണ് നിഗമനം. സംഭവത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. തിരുവനന്തപുരം ബാലരാമപുരത്ത് കനത്ത മഴയിൽ വീടിന് മുകളിൽ മരം വീണ് അപകടം. സജി രജനി ദമ്പതികളുടെ വീടിന് മുകളിലാണ് കനത്ത മഴയിൽ മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് വീണ് അപകടമുണ്ടായത്. വയനാട് നൂൽപ്പുഴ കോളൂർ ഉന്നതിയിൽ കുടിവെള്ള സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവുമായി കുടുംബങ്ങൾ. കഴിഞ്ഞ 1 വർഷമായി വെള്ളം ശേഖരിക്കുന്നത് വയലിലെ കേണിയിൽ നിന്ന്. കുഴൽക്കിണറിൽ സ്ഥാപിച്ചെങ്കിലും വൈദ്യുതി സംബന്ധമായ തകരാർ പ്രതിസന്ധിയാകും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു. പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന മൺജോലികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ദേശീയപാത മുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വീതി വർദ്ധിപ്പിക്കുന്നുവെങ്കിലും കൊടും വളവുകൾ നിവർത്തുന്നില്ലെന്ന പരാതിയും റോഡ് നിർമ്മാണം സംബന്ധിച്ച് ഉയരുന്നുണ്ട്. ആലപ്പുഴ കായംകുളം ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ വാഹന ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു. ആദ്യയാത്ര കായംകുളത്ത് നിന്ന് നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏറനാട് മണ്ഡലത്തിൽ 600 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചതായി PK ബഷീർ MLA. പ്രധാന റോഡുകൾക്ക് 120 കോടിയും വിവിധ പഞ്ചായത്തുകളിലെ പദ്ധതിക്കായി 537 കോടിയും അനുവദിച്ചു. മലപ്പുറം വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്താണെന്നും ഏറനാട്ടിലെ സ്കൂളുകൾ ഹൈടെക് ആക്കിയെന്നും PK ബഷീർ. കോളനികളുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും PK ബഷീർ MLA പറഞ്ഞു. ഇടുക്കി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷീ ലോഡ്ജിന്റെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിൽ. ബഹുവർഷ പദ്ധതിയായി 1.25 കോടിയോളം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. 7 മുറികളും ഡോർമെട്രിയും അടങ്ങുന്നതാണ് ഷീ ലോഡ്ജ്. ഷീ ലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.